ആഗോള ഓഹരി വിപണികളിൽ ചോരപ്പുഴയായിരുന്നു. സ്വാഭാവികമായും അതിനു പിന്നാലെ വലിയൊരു വില തകർച്ചയാണ് ഇന്ന് ഇന്ത്യൻ ഓഹരി വിപണിയിൽ പ്രതിഫലിച്ചത്. സമീപകാലത്തെ ഏറ്റവും കനത്ത വീഴ്ചകളിലൊന്നാണ് ഇന്നുണ്ടായത്. രണ്ടാഴ്ചയായുള്ള മുന്നേറ്റമാണ് ഇന്ത്യൻ ഓഹരി വിപണി തിരുത്തിക്കുറിച്ചത്. രൂപയിലും വില തകർച്ചയാണ്. ഇന്ത്യൻ വിപണിക്ക് പക്ഷേ അത്രയങ്ങ് പേടിക്കാനുണ്ടോ? പരിഭ്രാന്തി വേണ്ട. ഇപ്പോഴത്തെ ചുകപ്പൻ വെളിച്ചം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ പാളിച്ച കൊണ്ടല്ല, അമേരിക്കൻ മാന്ദ്യഭീതി, മിഡിൽ ഈസ്റ്റ് സാഹചര്യം തുടങ്ങിയവ കൊണ്ട് സംഭവിച്ചതാണ്. എന്തായാലും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം കണ്ടു നിൽക്കുക എന്നത് മാത്രമാണ് തൽക്കാലം സ്വീകാര്യമായ മാർഗം. ലാഭമെടുക്കാൻ പറ്റിയ വിൽപ്പന സാധ്യതകൾ ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗപ്പെടുത്തുക. 15 മാസത്തോളമായി കയറിപ്പോകുന്ന വിപണിയിൽ യഥാർത്ഥത്തിൽ ഒരു തിരുത്തൽ ഏത് സമയത്തും പ്രതീക്ഷിക്കേണ്ടതാണല്ലോ. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വിപണി കുറെ കൂടി ശാന്തമാകും എന്ന് പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ കോളിളക്കം വിപണിയുടെ അനിവാര്യമായ ഒരു തിരുത്തലിൽ ഒതുങ്ങും എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നിക്ഷേപകരിൽ ഭൂരിഭാഗവും. അവർ സാമ്പത്തിക മാന്ദ്യം പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യൻ ഓഹരി വിപണികളിൽ ഇന്ന് ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ സ്റ്റീൽ, JSW സ്റ്റീൽ, അദാനി പോർട്സ്, മാരുതി, റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയെല്ലാം വലിയ വില തകർച്ച നേരിട്ടു. അതേസമയം ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC തുടങ്ങിയ FMCG സ്റ്റോക്കുകൾ പച്ച വെളിച്ചം തെളിയിച്ചു.